ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഈദ് ഷോപ്പിംഗ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഈ സ്പെഷ്യൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സാധാ വ്ളോഗാണ്. ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോണ്, തിരിച്ചു വരുന്നത്. ക്ഷീണിച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ആരൊക്കെ ഒന്ന് നോമ്പ് മുറിക്കും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുന്നത്. എന്നെപ്പോലെ എല്ലാവർക്കും നോമ്പ് വൈകുന്നേരം എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമോ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയത്തിൽ കൂടെ ഞങ്ങൾ പോവുകയാണ് ഗ്രാമ വഴി. ഒരു നാച്ചുറൽ ആയിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നാച്ചുറൽ ആയിട്ടാണ് ഇനി മുതൽ സംസാരിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല, നാച്ചുറൽ ആക്കി മാറ്റും സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വഴി ഞാനൊന്നും കുഞ്ഞായിരിക്കുമ്പോൾ ഈ വഴിയൊന്നുമില്ല. ഇതിൽ കൂടെ സാധാരണ വഴി. ഇപ്പൊ ഈ കാണുന്നില്ലേ പാടത്തിന്റെ സൈഡിൽ കൂടെയുള്ള വരമ്പ് കാണാം, ഇതുപോലത്തെ വരമ്പായിരുന്നു. പിന്നെ അവിടെയൊക്കെ വീടായപ്പോ റോഡൊക്കെ വന്നില്ലേ. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രായമായിപ്പോ. കാരണം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ദൂരം കഷ്ടപ്പെട്ടായിരുന്നു പോയിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ കാണാൻ ഞാൻ ഭയങ്കര യങ് ആയിട്ടിരിക്കുമെങ്കിലും എനിക്കൊക്കെ നല്ല വയസ്സുണ്ട്, ആമട പോലെ. ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ ഇങ്ങോട്ടൊക്കെ പാടത്ത് കൂടെ വന്നുള്ളൂ. റോഡായപ്പോ വഴിയൊന്നും മനസ്സിലാവണില്ല. ബട്ട് പാടത്ത് കൂടെ വരുമ്പോ ഇതെല്ലാം പാടമായിരുന്നല്ലേ, പാടത്ത് കൂടെ വരുമ്പോ ഈസി ആയിരുന്നു. എന്റെ കടന്നാ കുടുങ്ങിയ റോഡാണ്. അപ്പൊ നമ്മളുടെ ഈദ് ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ആവുകയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വ്ളോഗ് സ്റ്റോപ്പ് ആവും ഗൈസ്. കുറച്ച് കഴിയുമ്പോഴല്ല, ഞാൻ ഇതില് നോമ്പ് തോറയും കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ടുള്ള എൻ്റെ മമ്മിയുടെ സൈഡിലുള്ള മാമൻസ് ടീംസ് ഒക്കെ കൂടിയുള്ള ഒരു നോമ്പ് തുറ ഇന്ന്. നോമ്പ് തുറന്റെ ഒരു പ്രത്യേകത ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്യമ്മ മരിച്ചിട്ട് 3ാമത്തെ വർഷമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളൊരു ഓർമ്മ ദിവസം പോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി എല്ലാവരും ഒന്നിച്ച് നോമ്പ് തുറക്കുക, അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. സോ അതാണ് ഇന്നത്തെ പ്രത്യേകത. ഈ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോണത്, ബ്യൂട്ടി സിൽക്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേരുടെ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ബിക്കോസ് കുറേ പേരൊക്കെ വേറെ സ്ഥലത്തു നിന്ന് വേറെ സെക്ഷനിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് എടുത്തേക്കണത്. അതുകൊണ്ട് എനിക്ക് അതൊന്നും ചിലതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈദ് വ്ളോഗ് നിങ്ങൾ കാണണം. അപ്പോൾ ഈദ് വ്ളോഗിൽ നിങ്ങൾക്ക് എല്ലാവരുടെ ഡ്രസ്സുകളും കാണാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അവിടെ കിടന്ന് തിരഞ്ഞ് മറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈദ് ഷോപ്പിംഗ് അല്ലേ, സോ അത്രയും ആൾക്കാരവിടെ റഷായിട്ട് സെലക്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇതിലേതാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങളോട് ഞാൻ പറയൂല, ബിക്കോസ് നിങ്ങളത് കമൻ്റായിട്ട് പറയണം ഞാനിതിൽ ഏത് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളതെന്ന്, ഏതാണ് എനിക്ക് ചേരണമെന്നും കൂടെ പറയണം. അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ഇടി കൂടി നിന്ന് ഷോപ്പ് ചെയ്യണ സീനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ ഞാനും അമ്മയും പിന്നെ പാപ്പയും അങ്ങനെ ഞങ്ങൾ 3 പേർക്കാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ വന്നു, സ്പേസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് കുട്ടികൾക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ചും കൂടെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇവിടെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. റേറ്റ് എന്താ പറയുക, നോർമൽ റേറ്റ് അല്ല, അതിലും കുറച്ച് മുകളിൽ റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും
ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടത് കിട്ടുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് ഫിനു എടുത്ത ഡ്രസ്സാണ്, ഇത് ഈശ എടുത്ത ഡ്രസ്സാണ്. പിന്നെ ഞാൻ വിഷമിച്ച് അവിടെ കാലക്കൊടിഞ്ഞ് റെസ്റ്റ് ചെയ്യണ ഒരു സീനാണിത്. ഞാൻ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം, അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓൾമോസ്റ്റ് ആൾക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മുന്നാക്കും ഹസക്കും ഉള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഞങ്ങൾ എന്താ പറയുക രാത്രി പോയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. നോമ്പുതുറ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നോമ്പുതുറ വേണ്ടിയിട്ട് നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് ഞാൻ ഓടിച്ചാടി എൻ്റെ ഏറ്റവും സന്തോഷമായിട്ട് വന്നിരുന്ന ഒരു വഴിയായിരുന്നു. കാരണം ഞാൻ എൻ്റെ അപ്പയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ വരുന്ന വഴി കുഞ്ഞിയുടെ വഴിയാണ്. ഇവിടെ ഞാനിങ്ങനെ ഓടി, ഇപ്പം അതൊക്കെ മാറിയിട്ടാ. പണ്ട് ചെറിയൊരു ചെറിയൊരു ഇടവഴിയായിരുന്നു. തറവാടൊക്കെ പൊളിച്ച്, പണ്ട് തറവാടുണ്ടായിരുന്നു. അന്റെ തറവാട് ഇതാണ് ചക്ക, ഞങ്ങൾ ചക്ക നോക്കി നടക്കാനാണ്. ചക്കാസ് ആളെ വെച്ചിട്ട് നമുക്ക് ഇടാം. ഒരാളായിട്ട് വരേണ്ടി വരും ഇതിന് മേലെ കയറി ഇടാൻ. ആയിട്ടുണ്ട്, അത് നമുക്ക് ജയിപ്പിക്കാം. പഠിക്കാൻ കൂടെ വേണം. അടുത്തുള്ളേ അത് കട്ട് ചെയ്തുകൊണ്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ വിവരങ്ങളില്ല. സെറ്റാക്കാം. പുറത്തു കൂടെ നടക്കുമ്പോൾ കുറച്ച് കാറ്റുണ്ട്, ഭയങ്കര ചൂടാണ്. ഞങ്ങളുടെ മൂതൂർ എന്ന് പറഞ്ഞ നാട് ഭയങ്കര ഹൈടെക് ആണ്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. ഗൾഫിൽ നിന്ന് കാണണമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ പരിസരമൊക്കെ ചുറ്റിക്കറങ്ങി കുറേ കഥയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാമൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോഴാണ് ഇവിടെ ബിരിയാണി ഓപ്പൺ ചെയ്യുന്ന സീൻ. ആഹാ, അന്തസ്, അടിപൊളി. ബിരിയാണി ഉണ്ടാക്കിയത് നമ്മളുടെ മാമനാണ് പോണത്. അപ്പോൾ നമ്മൾ ആ നോമ്പോറിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എല്ലാ സാധനങ്ങളും വിളമ്പുന്നൊരു സീനാണിത്. നോമ്പ് തുറക്കാനും എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടി ഉണ്ടാവും. അത്രയും ടൈമിൽ ഞങ്ങൾ വേഗം എല്ലാ സാധനങ്ങളും എല്ലാം റെഡിയാക്കി ഒരുക്കി വെക്കുകയാണ്.
അങ്ങനെ ഞങ്ങളുടെ നോമ്പൂരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ബിരിയാണി കഴിക്കുകയാണ്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, നിങ്ങളോർക്ക് ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ കഴിക്കണമെന്ന്. പക്ഷേ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആ മെയിൻ കോഴ്സായ ബിരിയാണി കഴിക്കാൻ പോവാണ്. നല്ല കിടിലം ബിരിയാണി ആയിരുന്നു മാമ ഉണ്ടാക്കിയത്, പറയാതിരിക്കാൻ വയ്യ, പൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫുഡ് ഇടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാസക്കും മുന്നാക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഹാസക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് അവൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അതേ ആ കിടക്കുന്നതാണ് ഹവാസിന് എടുത്തത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുന്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മോക്ക എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നു. അവർ പുതിയ കുറേ കളക്ഷൻസൊക്കെ കാണിച്ചു, നല്ല കോമഡി ആയിട്ട് ഉണ്ടാവും അത് ഇട്ടാൽ. സോ അത് കാരണം ഞങ്ങൾ ബാഗി ജീൻസിൽ ഉറപ്പിച്ചു. അപ്പോൾ സ്കിന്നിയും ബാഗിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ ഓരോരോ ഡ്രസ്സുകളിട്ട് മാമ ഷോ കാണിക്കുന്ന സ്റ്റൈലാണ് ഇപ്പോൾ കാണുന്നത്. ആകെ മൊത്തം ഒരു ടയറിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് ബേ കണ്ടപ്പോൾ ഫ്രൂട്ട് ബേ കയറി ബെറിയപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും